ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോയാലോ? ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ സ്പിരിച്വൽ അവേക്കൻ്റെ ഏത് പാതയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റാതെ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതെന്താണെന്നും ആ തടസ്സത്തെ മറികടക്കാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന അഡ്വൈസും ആ അഡ്വൈസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഔട്ട്കം എന്താണെന്നും നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ സ്പിരിച്വൽ അവേക്കൻ്റെ ഏത് പാതയിലാണ് സഞ്ചരിക്കുന്നത്? മുന്നോട്ട് പോകാൻ പറ്റാതെ എന്താണ് നിങ്ങൾക്കിപ്പോൾ തടസ്സം നിൽക്കുന്നത്? ഈ തടസ്സത്തെ മറികടക്കാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന അഡ്വൈസ് എന്താണ്? ഈ അഡ്വൈസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്കം എന്താണ്? നിങ്ങളിപ്പോൾ സ്പിരിച്വൽ അവേക്കൻ്റെ ഏത് പാതയിലാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഹെർമിറ്റ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഇത് എന്ന് പറയുന്നത് സത്യം തിരിച്ചറിയാൻ വേണ്ടി സ്വയം ഒരു അന്വേഷണം നടത്തുന്ന ഒരു വ്യക്തിയുടെ കാർഡാണ്. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തോ ഒരു ക്ലാരിറ്റി വേണമെന്നുണ്ട്. അതിന് നിങ്ങൾ സ്വയം ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. അത് ഏത് കാര്യമായാലും നിങ്ങളെ സംബന്ധിക്കുന്ന എന്തോ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വേണമെന്ന് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ തനിച്ച് യാത്ര ചെയ്താൽ മാത്രമേ അതിൻ്റെ സത്യം കണ്ടുപിടിക്കാൻ കഴിയൂ എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഏതോ ഒരു കാര്യത്തിൻ്റെ അന്വേഷണത്തിലാണ് നിങ്ങൾ എന്നാണ് കാണുന്നത്. മുന്നോട്ട് പോകാൻ പറ്റാതെ നിങ്ങളെ ഇപ്പോൾ തടസ്സം നിർത്തുന്നത് എന്താണ്? കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. അതായത് എന്തോ ഒരു ഇമോഷനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നിങ്ങളെ ഈ യാത്രയിൽ തടസ്സം നിർത്തുന്നത്. ഏതോ ഒരു ഇമോഷനാണ് നിങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റാതെ തടയുന്നത് എന്നാണ് കാണുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് ഏസ് ഓഫ് സോഡ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അന്വേഷണം തുടർന്ന് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി കണ്ടെത്താൻ കഴിയും. അത് എന്ന് പറയുന്നത് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുള്ള ഒരു കണ്ടെത്തലായിരിക്കും. ഒരു ഷാർപ്പായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങളുടെ മുന്നിൽ എത്തുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്. ഈ അഡ്വൈസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്ന ഔട്ട്കം എന്ന് ചോദിച്ചപ്പോൾ കിങ് ഓഫ് സോഡ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. കിങ് ഓഫ് സോഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബുദ്ധിയുടെ കാര്യത്തിൽ നിങ്ങളൊരു കിങ് ആയി തീരും എന്ന് പറഞ്ഞാൽ, ഈ ഒരു കാര്യം ഫോളോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളെ ബുദ്ധിപരമായി ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഒരു ഇമോഷനും പിന്നെ നിങ്ങളെ കീഴ്പ്പെടുത്താനോ നിങ്ങളെ മറികടക്കാനും കഴിയില്ലാത്ത ഒരു എനർജിയിൽ, അതായത് ഒരു കിങ് പൊസിഷനിൽ നിങ്ങൾ എത്തുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട്